ഏതിലും ഹിംസയുണ്ട്. വിഷയത്തിൽ ബന്ധപ്പെട്ടാൽ ഒന്നിനെ ഹിംസിക്കാതെ അടുത്തതിലേക്ക് കടക്കാനാവില്ല. അങ്ങനെ കടക്കാവുന്ന ഏതെങ്കിലും വിഷയലോകമില്ല. അങ്ങനെ കുരുതിയില്ലാത്ത ഒരു ലോകം ഉണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധിയിൽ ആനുപാതികമായി അനുഭവിക്കുന്ന സമാധിയിലൂടെ എത്തിച്ചേരുന്ന ഒരവസ്ഥ. അല്പം പോലും ഹിംസയില്ലാത്ത, അവിടെയും ഇവിടെയും അന്നും ഇന്നും ഹിംസയില്ലാത്ത ലോകം. അന്നും ഇന്നും, പണ്ടുമില്ല ഇപ്പോഴുമില്ല. പണ്ട് ഇന്ന് എന്ന ഭേദം തന്നെ കാലത്തിലുണ്ടാകുന്നത് വിഷയബന്ധം കൊണ്ടാണ്. കാലമാകെ ഒന്നേ ഉള്ളൂ, അത് ശുദ്ധമായ വർത്തമാനമാണ്. വിഷയങ്ങളുടെ ആന്തരികവും ഭൗതികവുമായ ആപേക്ഷികതയിലാണ് ഭൂതവും ഭാവിയും വർത്തമാനവുമെന്ന് കാലം തിരിയുന്നത്. ബാഹ്യമായി തിരിയുന്നത് അതിൻ്റെ മൂവ്മെന്റിലോ അതുപോലുള്ള ഒന്നിലിരിക്കുന്ന ക്വാർട്സിന്റെ വൈബ്രേഷനിലോ ഒക്കെയാണ്. അത് അവലംബമാക്കുന്നത് ഭൂമി എന്ന ഗോളത്തെയും സൂര്യൻ എന്ന ഗോളത്തെയും അവലംബിച്ചാണ്. സെക്കൻഡിൽ 18 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ അറിയുന്ന ഒരു ഉപകരണത്തിൽ ഇവിടെ നിന്ന് പടിഞ്ഞാറേക്ക് നിങ്ങൾ യാത്ര ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് സമയമില്ല. അന്ന് ഇന്ന് എന്ന രണ്ട് സംജ്ഞയില്ല. അതിനാകെ വേണ്ടത് ഒരു ഉപകരണമേ വേണ്ടൂ. സെക്കൻഡിൽ ഒരു 18 കിലോമീറ്റർ വേഗതയിൽ പോകണം. മനസ്സിലായോന്നറിയില്ല. മനസ്സിന് ഭാവനയെ അറിയാവുന്ന ഭൂമിയുടെ പരിക്രമത്തിന് ഏത് സ്പീഡാണോ ആ സ്പീഡിൽ ഒരു വാഹനം ഇവിടുന്ന് പടിഞ്ഞാറോട്ട് പോയാൽ നിങ്ങൾ 12 മണിക്കാണ് പുറപ്പെടുന്നതെങ്കിൽ എപ്പോഴും സൂര്യൻ ആ മോളിൽ തന്നെ ഉണ്ടാവും. കാലമില്ല. കാലം ഭൂമിയുടെ അയനത്തെ ആസ്പദമാക്കി മാത്രമാണ് ബാഹ്യമായിട്ടുള്ളത്. ആന്തരികമായുള്ള കാലം സൈറ്റോക്രോമിനെ ആസ്പദമാക്കിയാണ്. എ സെല്ലുലർ ക്ലോക്ക്. നിങ്ങളുടെ കോശത്തിന്റെ മാപിനി, കോശമാപിനിയെ ആസ്പദമാക്കിയാണ്. അതാണ് നിങ്ങൾക്ക് ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ തരുന്നത്. അതിൽ നിന്നാണ് നിങ്ങൾ അന്ന് ഇന്ന് എന്നൊക്കെ പറയുന്നത്. അന്നത്തെ ഞാൻ ഇന്നത്തെ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഞാൻ മാറാതെ നിൽപ്പുണ്ട്. അത് കോശ അന്തരസ്ഥിതമല്ല, അവിടെയും ആപേക്ഷികമാണ്. അന്നും ഇന്നും അങ്ങും ഇങ്ങും എവിടെയും എന്നും മാറ്റമില്ലാതെ ഹിംസയില്ലാതെ നിലകൊള്ളുന്ന സത്യം, ആനന്ദസാന്ദ്രമായ ആ സത്യം. കോമളക്കുടം, പ്രാചീന പദങ്ങളാണ്. കോമളക്കുടം, തങ്കക്കുടം, സാധാരണ മലയാള പദം. ബ്രഹ്മ കുഞ്ഞിനെയൊക്കെ വിളിച്ചിരുന്നത് അങ്ങനെയാണ്. തങ്കക്കുടമേ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അപ്പൊ പച്ച മലയാളം ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് വ്യാഖ്യാനം വേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് രസം. ഹൃദയത്തോട് ചേർന്നൊരു ഭാഷയാണ്. പഴയ കാലത്ത് ഒരു കുഞ്ഞിനെ എടുത്തിട്ട്
വെളി മതിയാവും. അവന്റെ സകല പ്രശ്നങ്ങളും തീരും. ഒരു കൊച്ചുകുട്ടി വലിയ വഴക്കൊക്കെ ഉണ്ടാക്കി നിൽക്കുകയാണെങ്കിൽ ഓടിച്ചെന്നെടുത്ത് കെട്ടിപ്പിടിച്ച് എന്റെ തങ്കക്കുടമയെന്ന് പറഞ്ഞ് ഒരു 4-5 ചുംബനമൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്ക് അവനെ പ്രതിസന്ധിയൊക്കെ മറന്നു. അവൻ നശിപ്പിക്കാൻ ഒരുങ്ങിയ സാധനങ്ങൾ മറന്നു. അവൻ അമ്മയുടെ വാക്കുടവാക്കിയ ഒരു ലോകത്തിനകത്ത് ബന്ധിക്കപ്പെടും. നേരത്തെ അവൻ നിന്ന ലോകമൊക്കെ അവിടെ ഇല്ലതായിപ്പെടണം. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈശ്വരൻ എന്ന സത്യയ്ക്ക് പകരമാണ് സമാധിയിൽ അറിയുന്ന, അനുഭവവേദ്യമാകുന്ന, അനുഭൂതിക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്ന, അതിൽ വരുന്ന ഭാവഭേദങ്ങളാണ് ലോകമെന്നും സൂചിതമാണ്. ഗുണം നിറഞ്ഞ കോമളക്കുടം. ഈ ലോകം ഉണ്ടാകുന്നത്, സൃഷ്ടി വൈചിത്ര്യമുണ്ടാകുന്നത് അതിൽ നിന്നാണ്, ആ ബോധത്തിൽ നിന്നാണ്. മംഗളമായ ചിച്ചക്കൃതിയിൽ നിന്നാണ് ഈ ലോകം ഉണ്ടാകുന്നത്. അതുണ്ടാകുന്നത് എങ്ങനെയാണ്? സത്വ രജ തമസ്സുകൾക്ക് കാരണമാണ്. ആദ്യം ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. മൂല തത്വം, അതിനെ വിഭജിക്കുന്ന മഹത്തത്വം അഹങ്കാരം. അഹങ്കാരം സാത്വികം, രാജസം, താമസം. അതിലെ താമസ അഹങ്കാരം ഈ ബോധത്തെ മൂടും. ഞാനങ്ങനെ ആനന്ദിച്ചിരിക്കുകയാണ്, അപ്പൊ എന്റെ തമസ് എന്നെ അങ്ങ് മൂടും. മൂടിക്കഴിഞ്ഞാൽ ഞാനെന്ന ഭാവം ഭാര്യ, മക്കൾ, വീട്ടുകാർ, ചുറ്റുപാടുകൾ, വസ്തുക്കൾ ആയി എന്റെ രജസ് സൃഷ്ടിക്കും. എന്റെ തത്വം എന്നെയും അതിനെയും സമ്മേളിപ്പിക്കും. ഇങ്ങനെയാണ് എല്ലാ സുഖദുഃഖങ്ങളും ഉണ്ടാകുന്നത്. ഞാൻ എന്റെ ബോധത്തെ മൂടാൻ തമസിനെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഞാനായിട്ടിരിക്കും. ഏതു വസ്തു നിങ്ങൾക്ക് സുഖമോ ദുഃഖമോ ഉണ്ടാക്കണമെങ്കിലും ഇതം വൃത്തി മുതൽ അഹം വൃത്തി വരെ പരിണമിക്കണം. അത് നടക്കുന്നത് വിചാരത്തിലല്ല, അറിഞ്ഞല്ല. അതുകൊണ്ടിത് വികാരത്തിലാണ് നടക്കുന്നത്. ഒരാഹാരം അമ്മ വിളമ്പി വെച്ചിരിക്കുകയാണ്. ആ വിളമ്പിയ ആഹാരത്തെ നോക്കി ഇതെന്ത് എന്ന് ചോദിക്കും. ഉത്തരക്ഷണത്തിൽ നിങ്ങളുടെ ബോധം മറഞ്ഞ് നിങ്ങൾ ആ ചമ്മന്തിയായി മാറും. ഇങ്ങനെയാ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആ ചമ്മന്തിയായി താതാത്മ്യം പ്രാപിച്ചു. ഇനി നിങ്ങളും ചമ്മന്തിയും രണ്ടല്ല. അത് നിങ്ങളുടെ ദുഃഖത്തിന്റെയോ സുഖത്തിന്റെയോ വസ്തുവായി. ഇപ്പൊ നിങ്ങളുടെ സാത്വികം ചമ്മന്തിയെയും നിങ്ങളെയും സമ്മേളിപ്പിക്കുകയും ചെയ്തു. അപ്പോ ആദ്യം നിങ്ങളെ മറച്ച അജ്ഞാനം, തമസ്. 2, ചമ്മന്തിയെ ഉൽപ്പന്നമാക്കിയ നിങ്ങളുടെ രജസ്. 3, ചമ്മന്തിയാണ് നിങ്ങളെന്ന് നിരൂപിച്ച നിങ്ങളുടെ സത്വം. ഈ 3 ഗുണങ്ങളും വൈകാരികമാണ്. സുഖങ്ങളും ദുഃഖങ്ങളുമായ പ്രാപഞ്ചിക അവബോധം മുഴുവൻ ഈ ബോധത്തിൽ നിന്നുണ്ടാകുന്നതിനാൽ ഇതിന്റെ കാരണമെല്ലാം ഇത് തന്നെയാണ്. നീയാണ് നിന്റെ സുഖദുഃഖങ്ങൾക്കും നിന്റെ പ്രപഞ്ചത്തിനും കാരണം. നീ താതാത്മ്യം പ്രാപിക്കാത്ത ഒന്നും നിന്നെ സുഖിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട്
നിണമണിയാത്ത, ഹിംസിക്കാത്ത ആ സദാശിവനെ തന്നെ എനിക്ക് ദർശിക്കണം എന്ന് സൂചന. അപ്പൊ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങൾ ഓരോന്നും വേറെ വേറെയായി പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശമെല്ലാം ചേർന്ന് അനുഭവവേദ്യമാകുന്ന ഈ വിഷയങ്ങൾ വിഷയങ്ങളില്ലാതായിട്ട് ഏകാഗ്രമായി ദൃക്കിലമർന്ന് ഇണങ്ങി നിൽക്കുന്ന, ഏകാഗ്രമായി തീർന്ന് ഞാനെന്ന ബോധത്തിൽ അമർന്നു നിൽക്കുന്ന, ഉൾക്കുരുന്ന് അന്ധക്കരണം തപിപ്പിച്ച് ഉരുക്കി സമാധിയിൽ നെക്കി നക്കിടും ചുരുങ്ങി അനുഭവിക്കും. സമാധിയിൽ ചുരുങ്ങി ഈ സദാശിവനെ അനുഭവിക്കും. ഗുണം നിറഞ്ഞ സത്വരജ തമസ്സുകൾക്ക് കാരണമായ ആനന്ദസാന്ദ്രമായ ഭഗവത് സ്വരൂപത്തിൽ, കോമളക്കുടത്തിൽ അന്നും ഇന്നും കാലങ്ങളിൽ വർത്തമാന ഭൂതഭാവികളിൽ ഒന്നും അന്നും ഇന്നും അങ്ങുമെങ്ങും ഒരിടത്തും ഒരിക്കലും ഹിംസയില്ല, ദുഃഖങ്ങളില്ല, ആനന്ദം മാത്രമേ ഉള്ളൂ. അപ്പൊ സഗുണവും നിർഗുണവുമായ ഭഗവത് സ്വരൂപം ചിത്തവൃത്തികളെ നിരോധിച്ച് സമാധിയിൽ അനുഭവമാകും. ഒന്നാം വാദം. ഈശ്വരനെ അനുഭവിക്കണമെങ്കിൽ ചിത്തവൃത്തികളെ നിരോധിച്ച് സമാധി പര്യന്തം എത്തിയാൽ മതി. മനസ്സിന്റെ ഏകാഗ്രതയിലാണ് ഇത് ലഭിക്കുക. ഏകാഗ്രമായ മനസ്സിൽ അവിടെയാണ് ഇത് ലഭിക്കുക. സ്പർശ, ശബ്ദ, സ്പർശ, രൂപരസ, ഗന്ധാദികൾ വിഷയങ്ങളിലൂടെയുള്ള ആ പരക്കം പാച്ചിൽ നിലയ്ക്കണം. അതിന് ഈശ്വരനെ, സദാശിവനെ അനുഭവിക്കാൻ വിഷയങ്ങൾ അവസാനിക്കണം. അതിനുള്ള വഴിയോ ഇന്ദ്രിയ നിഗ്രഹമാണ്. കളങ്കവും ഹിംസയുമില്ലാത്ത സദാശിവ രൂപമാണ് ഭഗവാന്റേതെന്ന് അപ്പോൾ തെളിയും. അപ്പോ പുരാണങ്ങളിലൊക്കെ നോക്കിയാൽ ഭഗവത് സ്വരൂപം വർണ്ണിച്ചിരിക്കുന്നത് ഹാലാഹല വിഷം തുടങ്ങി പലതോടു കൂടിയതായിട്ടാണ്. ഗുരുദേവൻ ഇവിടെ പറയുന്നത് സദാശിവം മംഗളം മാത്രമാണെന്നാണ്, അമംഗളമായ ഒന്നുമില്ലെന്നാണ്. പൂർണ്ണമംഗളമാണ്. അത് അനുഭവിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കണം, മനസ്സ് ഏകാഗ്രമാക്കണം. അപ്പോൾ നിർഗുണമായ ഭഗവത് സ്വരൂപം തെളിയും. അതിലാണ് ഗുണങ്ങളും വിശ്വവും ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ഭക്തനൊരു സംശയം തോന്നും. അത്ര നിർഗുണമാണോ ഈ സ്വരൂപം? പുരാണപ്രസിദ്ധനായ ശിവൻ കാളകൂടം ഭുജിച്ചു നിൽക്കുന്നവനാണ്, പാമ്പിനെ അണിയുന്നവനാണ്, ആനത്തോലും പുലിത്തോലുമൊക്കെ ഉടുക്കുന്നവനാണ്. പല്ലിത്തോലാടയാം യസ്യ 12 പ്രയ കോണച്ചേട്ടാവിധാനസ്യ അർത്ഥാർത്ഥം നമോ നമ എന്ന് തോലന്റെ കവിതയെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വേറെ കേട്ടിട്ടുണ്ടാവും. പണ്ടം പന്നകമാണ് ശിവനെ ചിത്രം വിചിത്രം തവ. അങ്ങനെയുള്ളതെല്ലാം മംഗളമാണെന്ന് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നു. അത്ര ശരിയാവും. ഗുരുദേവൻ തന്നെ അതിന് മറുപടി പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ.
ഈ പുരാണങ്ങളും മറ്റുള്ളവരും എഴുതിയ ആ ശിവസ്വരൂപം കളങ്കരഹിതമാണ്? അതിന് മറുപടി പറയുക. കളം കറുത്ത കൊണ്ടലുണ്ടിരുണ്ട കൊണ്ട കണ്ടെഴും. എത്ര നല്ല പദങ്ങളാണ്, എത്ര ചേർച്ചയാണെന്ന് നോക്കണം. കളം കറുത്ത കൊണ്ടലുണ്ടിരുണ്ട കൊണ്ട കണ്ടെഴും. കളങ്കമുണ്ട കണ്ടനെങ്കിലും കനിഞ്ഞുകൊള്ളുവാൻ ഇളംപിറക്കൊഴുന്നിരുന്നു മിന്നുമുന്നത തലക്കുളം കവിഞ്ഞ കോമളക്കുടം ചുമന്ന കുഞ്ചരം. കളം കറുത്ത കൊണ്ടലുണ്ടിരുണ്ട കൊണ്ട കണ്ടെഴും. കളങ്കമുണ്ട കണ്ടനെങ്കിലും കനിഞ്ഞുകൊള്ളുവാൻ ഇളംപിറക്കൊഴിന്നിരുന്നു മിന്നുമുന്നത തലക്കുളം കവിഞ്ഞ കോമളക്കുടം ചുമന്ന കുഞ്ചരം. കളം കറുത്ത കൊണ്ടൽ, കഴുത്ത് കാർമേഘം പോലെ ഇരുണ്ട് കാണും. കാരണം കാളകൂടമൊക്കെ ഭക്ഷിച്ചതാണ്, നീലകണ്ഠനാണ്. ആ കാർമേഘം പോലെ ഇരുണ്ട കഴുത്തോടു കൂടിയവൻ, ഗളത്തോടു കൂടിയവൻ. കളം പ്രാചീന പദം, ഗളം എന്നതിൻ്റെ പ്രാചീന ശബ്ദം. ഇരുണ്ട കൊണ്ട കണ്ട്, കറുത്ത കേശഭാരം കണ്ട്. കൊണ്ട കെട്ടുക എന്നൊക്കെ പറയും, പഴയ പദമാണ്, ഇപ്പൊ ഉപയോഗത്തിലില്ല. സ്ത്രീകൾ കേശമൊക്കെ കെട്ടിവെക്കുമ്പോൾ കൊണ്ട കെട്ടുക എന്നാണ് പണ്ട് പറയുക. മലയാളിയുടെ സ്വതസിദ്ധങ്ങളായ പദങ്ങളൊക്കെ പോയി. ഇപ്പോ അങ്ങനത്തെ പദങ്ങളൊന്നും ഉപയോഗത്തിലില്ല. പഴയ ആളുകളുണ്ടെങ്കിൽ, പ്രായമായവരുണ്ടെങ്കിൽ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അത് കൊണ്ട കെട്ടിയിടാ, കുളിച്ച ഉടനെ കൊണ്ട കെട്ടുവോ എന്ന് ചോദിക്കും. കുളിച്ച ഉടനെ മുടി കെട്ടിയാൽ നാറും. ആ വെള്ളം വാർന്നു പോയിട്ട് വേണം കെട്ടാൻ. മാത്രമല്ല അത് പല രോഗങ്ങൾക്കും കാരണമാവും. അതുകൊണ്ടത് വിടർത്തിയിട്ട് മുടി ഉണങ്ങട്ടെ എന്ന് പറയും. കേട്ടിട്ടുണ്ടോന്നറിയില്ല. 60-70 വയസ്സൊക്കെ ഉണ്ടെങ്കിൽ ഓർമ്മ കാണും വല്യമ്മ പറഞ്ഞതായിട്ട്. 30-40 ഉണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ അവരും കേട്ടിട്ടുണ്ടാവാൻ ഇടയില്ല. അപ്പോ ആ കൊണ്ട അത് കറുത്തിരുണ്ട കൊണ്ട, കാർമേഘം പോലെയുള്ള മുടിക്കെട്ടോടു കൂടിയാണ്. എഴും കളങ്കമുണ്ട കണ്ടനെങ്കിലും, കളങ്കത്തെ ഉണ്ട കണ്ടൻ. അതൊരു പുരാണ പ്രസിദ്ധിയുള്ള ഭാഗമാണ്. പാലാഴി കടയുമ്പോൾ ഒരുപാട് ദേവതകളൊക്കെ ഉണ്ടായി. ഓരോരുത്തർ പെറുക്കിക്കൊണ്ട് പോയി. ലക്ഷ്മി വന്നു, വിഷ്ണു അടിച്ചോണ്ട് പോയി. ഇങ്ങനെയാണ് ആ ഐതിഹ്യം. ഇതിനെല്ലാം അവകാശികളുണ്ടായി. ഐരാവതം വന്നു, ഇന്ദ്രൻ അടിച്ചോണ്ട് പോയി. അവർക്ക് മുൻപിൽ കയറിയ അടിച്ചോണ്ട് പോയി. അവസാനം കാളകൂടം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാം ഓടി. വാസുകിയിൽ നിന്ന് ക്ഷീണിച്ച് ഛർദിച്ചതാണ് ഈ കാളകൂടം. അത് പുറത്തേക്ക് വമിക്കുന്നു എന്ന് വന്നപ്പോ ആരും തയ്യാറായില്ല. അത് കഴുത്തിലെത്തിയവനാണ് പരമകാരുണികനായ ഭഗവാൻ. അതുകൊണ്ട് അദ്ദേഹത്തിൽ സർവവും ശുഭമാണ്, കളങ്കമല്ല. ഈ ഒരു അർത്ഥത്തിലാണ് അത് അശുഭമല്ല. ആ കാളകൂടത്തെ അകത്താക്കിയവനെങ്കിലും കരിഞ്ഞുകൊള്ളുവാൻ, കാരുണ്യത്തിനിരിപ്പിടമാണെന്ന് തെളിയിക്കുവാൻ ഇളംപിറക്കൊഴുന്നിരുന്നു മിന്നും. കാളകൂടം മാത്രമല്ല, ചന്ദ്രക്കലയെയും വഹിക്കുന്ന, ആ തലയിലിരിക്കുന്ന ചന്ദ്രക്കല മിന്നിത്തിളങ്ങുന്നത്
ഇയാൾ കാരുണ്യത്തിന്റെ ഇരിപ്പിടമാണ്, ഇതും അകത്ത് വഹിച്ചിട്ട് എന്ന് തോന്നിപ്പിക്കുമാറാണ് എന്ന് പറയുകയാണ്. കാവ്യഭാവനയിലാണ്, നല്ല രൂപകമാണ്. സാഹിത്യമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രൂപകാലങ്കാരമൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ല രൂപകമാണ് കൊടുത്തിരിക്കുന്നത്. സാഹിത്യ പ്രാധാന്യമുള്ളത് കൂടിയാണ് ഭക്തിയോടൊപ്പം. ഭാഗ്യം കൊണ്ട് ആധുനിക കാലത്തെ വിദ്യാർത്ഥികൾക്ക് മലയാള ഭാഷ പഠിക്കാൻ പോലും ഇത്തരം കൃതികൾ കൊടുക്കുകയില്ല എന്ന് നിങ്ങളുടെ പരിണതപ്രജ്ഞരായ വിദ്യാഭ്യാസ ദുരന്തരന്മാർക്ക് നിർബന്ധമുള്ളത് കൊണ്ട് വിവരം ഏതായാലും അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകുമെന്ന് ഓർത്ത് പേടിക്കണ്ട. കോളേജ് അധ്യാപകരും സ്കൂൾ അധ്യാപകരും ഒക്കെ കാണും. ഇതൊക്കെയാണെങ്കിൽ അധ്യാപകനും കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. കന്തകം, പാതകം, കൊലപാതകം, വാഴക്കൊലപാതകം, ഇത് പ്രിപ്പയർ ചെയ്യുന്നൊന്നും വേണ്ട. മനസ്സിലായില്ല? ഞാൻ ഉണ്ടാക്കി പറഞ്ഞല്ല, കവിതയാണ്, അത്യന്താധുനികവുമാണ്. ഇനി പ്രിപ്പയർ ചെയ്യാനൊന്നുമില്ല, അധ്യാപകന് നേരെ നിന്ന് പഠിപ്പിക്കാം. അതൊക്കെ പഠിക്കാനുണ്ടാവും. അച്ഛൻ മുറ്റത്ത്, മഴ പെയ്യുന്നു അച്ഛൻ മുറ്റത്ത്, കിണ്ടി മുറ്റത്ത്, വെള്ളം മുറ്റത്ത്, കോണകം മുറ്റത്ത്. അത്യന്താധുനിക കവിതയാണ്, ഞാൻ ഉണ്ടാക്കി ചൊല്ലിയതല്ല. അത് എം എക്ക് പഠിക്കാനുണ്ടെങ്കിൽ വിദ്യാർത്ഥിക്ക് വിഷമമില്ല, പഠിപ്പിക്കുന്ന അധ്യാപകനും വിഷമമില്ല. പരീക്ഷ എഴുതാൻ ഒരുപാട് നോട്ട് പ്രിപ്പയർ ചെയ്യുകയും പഴയ ഗ്രന്ഥങ്ങൾ തരികയും ചെയ്യണ്ട. മനസ്സ് കൽപ്പനകളിലൂടെ കടന്നു പോവുകയും വേണ്ട. വൈകാരിക വ്യക്തിത്വത്തെ സമുജ്വലമാക്കുകയും വേണ്ട. അമ്പിളിത്തല്ലും മുടിക്കെട്ടും ജടാജൂഢവും കാളകൂടവും ഗംഗയും എല്ലാം നിൽക്കുന്ന ഒരു ശിവനെ കാണണമെങ്കിൽ ഭാരതഭൂമിയുടെ തെക്കേയറ്റത്ത് നിന്ന് സമുജ്വലമായി കൈലാസത്തോളം ഉയർന്നു നിൽക്കുന്നത് ഭാവന ചെയ്യാൻ കഴിയണം. ഒറ്റയടിക്ക് ഭാവന വരും വിദ്യാർത്ഥിക്ക്. ആകാശത്ത് മിന്നുന്ന ചന്ദ്രനും ആകാശത്ത് നിന്ന് വന്ന് ഭൂമിയിലൂടെ ഒഴുകുന്ന വിൺമൺ ഗംഗയും എല്ലാം ഇരിക്കുന്ന ആ ജടയിൽ എവിടെയോ ഒരു മൂലയിൽ ഞാനും ഉണ്ടെന്ന് അവന് തോന്നും. മനസ്സിലായില്ല? Can you imagine? ഞാനും അതിലെവിടെയോ ഒരിടത്തുണ്ട്, ഒരണുവായി ആ വിഭുവിൽ. അതിൻ്റെ ഒരു രസം, അതിൻ്റെ അവാച്യമായ ഒരു ആനന്ദം പറഞ്ഞറിയിക്കാവതല്ല. ഗുരുദേവൻ ആ ഒരു സമസ്യ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കളം കറുത്ത കണ്ടൻ, എഴു കളങ്കമുണ്ട കണ്ടൻ, രണ്ടു പ്രയോഗ. അവൻ കനിഞ്ഞുകൊള്ളുവാൻ, കാരുണ്യത്തിന് ഇരിപ്പിടമാണെന്ന് തെളിയിക്കുവാൻ, ഇളം പിറക്കൊഴുന്നിരുന്നു മിന്നും. ആ ചന്ദ്രക്കലയുടെ സൗഭകം വിളങ്ങുന്ന ഉന്നത തലക്കുളം കവിഞ്ഞ ഉന്നത ശിക്ഷമാകുന്ന പൊയ്ക ഗംഗാജലം നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്ന, ഹിമാലയത്തിലൂടെ പോയിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടോ? ഋഷികേശൊക്കെ കടന്ന്, ഉത്തരകാശിയും കടന്ന്, ഗംഗോത്രിയും കടന്ന്, ഗോമുഖ് കടന്ന് ഉയരത്തിൽ തപോവനത്തിലെത്തിയാൽ, ഗോമുഖിലെത്തിയാൽ തന്നെ ഒരു ദർശനം കാണാം. വളരെ രസകരമായൊരു ദർശനം. ഗോമുഖൊക്കെ ഇപ്പൊ കുറച്ച് ദൂരം മാറിയിട്ടുണ്ട്.
പഴയതിൽ നിന്നൊരു 10-15 കിലോമീറ്ററെങ്കിലും മുകളിലോട്ട് കയറിയിട്ടുണ്ട്. പോയാലൊരു കാഴ്ച കാണാം. ഇനി ഇപ്പുറത്തൂടെ നേപ്പാളം വഴി ശിവശീർഷത്തിലേക്ക് എത്തിയാൽ അതിലും ഗംഭീരമായ ഗൗരികുണ്ടും ഒക്കെ കണ്ടാൽ ഇതിലും മനോഹരമാണ്. ഇപ്പൊ എത്ര ഉയരങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നുവോ എത്ര മനോഹാരിതയുണ്ട്. പഴയ പട്ടാളക്കാരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവും. ഞാനത് എടുത്തു പറഞ്ഞതെന്ന് വെച്ചാല് ഈ സൗഭാഗ്യങ്ങള് ആനന്ദിക്കുവാൻ അറിയാവുന്നവനാണെങ്കിൽ മാത്രമേ പോയിട്ട് കാര്യമുള്ളൂ. ഇതിന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പൈസയും കൊടുത്തു പോകുന്നവൻ ചുറ്റും നോക്കുന്ന പ്രശ്നമില്ല. അവിടെ ചെല്ലുമ്പോഴും 2 കമ്പിളി വാങ്ങിക്കാനും 4 റൊട്ടി വാങ്ങിക്കാനും ഒക്കെ വഴക്കുണ്ടാക്കി നടക്കുകയായിരിക്കും ചെയ്യുന്നത്. പറയുന്നത് മനസ്സിലാവുമോ എന്നറിയില്ല. നിങ്ങൾ ഇവിടുന്ന് ഒരു ഇടിയൻ യാത്രയ്ക്ക് ഏതെങ്കിലും ആരെങ്കിലും വിളിച്ചു കൂട്ടുന്ന പരിപാടിയിൽ കുറച്ച് പൈസയും മുടക്കി അങ്ങ് പോയാൽ പോകുന്ന വഴിക്ക് നിങ്ങളുടെ നാട്ടിലുള്ള പരിദൂഷണവും കുശുമ്പും ഒക്കെ പറഞ്ഞാ പോകുന്നത്. അതിന്റെ മുകളിൽ ചെന്നാലും ഈ കഥയൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അതിനിടയ്ക്ക് ഹിമവാനെയൊന്നും കാണാൻ സൗകര്യം കിട്ടില്ല. ശരിയാണോ ഞാൻ പറയുന്നത്? അല്ലെന്ന് തോന്നുന്നു. അതെ. ഇല്ല, പോകുമ്പോൾ നമ്മൾ ഈ കഥയൊക്കെ പറഞ്ഞു പോകുന്നതിനിടയിൽ ഒരു മിന്നായം പോലെ അത് നല്ല കാഴ്ചയാണ്, ഇത് നല്ല കാഴ്ചയാണെന്ന് പറയുമെന്നല്ലാതെ അത് പാർഷ്യലായി കാണുക. പിന്നെ സമഗ്രമായി കാണാൻ പോകുന്നത് ധ്യാനാത്മകമായൊരു മനസ്സോടെയാണ്. അതിൽ പോകാൻ തയ്യാറായി ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് പോവുകയാണ് ഏറ്റവും നല്ലത്. കൂടെ ഒരുത്തനുണ്ടെങ്കിൽ ശല്യമാണ്. അവനതിൽ നിന്ന് തിളങ്ങുന്ന കല്ല് പെറുക്കാൻ പോകും. അതിലൊരു 10 വീട്ടിൽ കൊണ്ടുവരാനാണ്. വേറൊരുത്തൻ കുപ്പിയായിട്ട് വെള്ളം പിടിക്കാൻ പോകും. വേറൊരുത്തൻ ഇവിടെ എവിടെയാണ് നല്ല റൊട്ടി കിട്ടുന്നതെന്ന് അന്വേഷിച്ചു. മറ്റൊരുത്തൻ ഇതിന്റെ ഉച്ചിയിൽ കമ്പിളി കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചു. ഇതിന്റെ കൂട്ടത്തിൽ ഒരുത്തൻ ചെടിയെപ്പറ്റി വല്ലതും അറിയാവുന്നവനുണ്ടെങ്കിൽ അവിടുത്തെ ചെടി പറിക്കാനായിട്ട് പോകും. അതിന്റെ സമഗ്രതയിൽ കാണാൻ വേറൊരു വികാരം വേണം. അത് ഹിലയർ ബെല്ലറ്റിനുണ്ടാവും, സോമർസെറ്റ് മോമിനും ഉണ്ടാവും, TH ലോറൻസിനും ഉണ്ടാവും. ഇന്ത്യക്കാരനുണ്ടാകാൻ സാധ്യത കുറവാണ്. നിന്ദിച്ചു പറഞ്ഞതല്ല. കാരണം നമ്മളുടെ മെന്റൽ മേക്കപ്പ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിലതാണ്. അവർ പറഞ്ഞത് ഐ ഹാവ് നെവർ അലൗഡ് മൈ സ്കൂളിംഗ് ടു എൻറ്റർ ഇൻ ടു മൈ എഡ്യൂക്കേഷൻ. നമ്മളത് അനുവദിച്ചു പോയവരാണ്. പദം മനസ്സിലായോന്നറിയില്ല. അവൻ പറഞ്ഞ പദം ഐ ഹാവ് നെവർ അലൗഡ് മൈ സ്കൂളിംഗ് ടു എൻറ്റർ ഇൻ ടു മൈ എഡ്യൂക്കേഷൻ. ഇത് ആത്മാർത്ഥമായി പറയാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയും? ചോദ്യം മനസ്സിലായില്ല. എന്റെ സ്കൂളിങ്ങിനെ, എന്റെ വിദ്യാഭ്യാസത്തിൽ പ്രവേശിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിച്ചിട്ടില്ല. അങ്ങനെയാണോ നമ്മൾ? നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ സ്കൂളിംഗ് ആണ്. അപ്പൊ അങ്ങനെ കൃത്യമായൊരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരു ഇടയൻ തെളിയിക്കുന്ന വഴിയിലൂടെ മാത്രം.